ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറൊന്നുമല്ല, ഞാൻ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം കഫീലും ഉണ്ടല്ലോ, അപ്പോൾ ഒരു അടിപൊളി സ്ഥലം നോക്കി പോയതാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ കക്കടംപൊയിലാണ്. നല്ല അടിപൊളി ഗ്രീനറിയാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളി കാറ്റും എന്താ പറയുക, എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ്. അപ്പം വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഒന്ന് ചുറ്റുമൊന്ന് നടന്ന് ചുറ്റി കാണാൻ തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ആയിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് വിടുകയല്ലേ. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ റോട്ടിലിറങ്ങുമ്പോൾ തന്നെ പിടിച്ചു വെക്കുമല്ലോ. ഇവിടെ പിന്നെ നോക്കണ്ടല്ലോ, ഒക്കെ പട്ടം വിട്ട നൂലും അല്ല, അങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ട് വന്നപ്പോഴേക്കും അവർ വെൽക്കം ഡ്രിങ്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 3 മണിക്കാണ് ചെക്കിങ് ചെയ്തത്, ഈവനിങ് 3 മണിക്ക്. അപ്പം 1 ഡേ ട്രിപ്പാണ്, 1 ഡേ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം 3 മണിക്ക് ചെക്കിങ് ചെയ്ത് പിറ്റേന്ന് 12 മണിക്ക് ചെക്കൗട്ടാണ്. അതാണ് നമ്മൾ സ്റ്റേ ഉള്ളത്. അപ്പം ഇവിടെ ആയിട്ടാണ് റൂമൊക്കെ വരുന്നത്. ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ്. അവർക്ക് ഇഷ്ടം പോലെ ഓടിക്കളിക്കാനും എല്ലാം പാർക്ക് ഏരിയ ആയിട്ടൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. വരാത്തവരൊക്കെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ ആയിട്ട് ക്ലൈമറ്റ് തണുപ്പിന് വേണ്ടിയിട്ട് ഊട്ടിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ട്രാവലൊക്കെ ചെയ്ത് എന്താ പറയുക, നമ്മൾ റിസോർട്ടൊക്കെ തിരഞ്ഞ് നടക്കലായിരുന്നു കിട്ടാൻ. അപ്പം ഇത് ബുക്ക് ചെയ്താണ് നമ്മൾ വരുന്നതിൻ്റെ തലേന്ന്. അപ്പം എന്താ പറയുക, അത്ര ലോങ് ഒന്നും പോകേണ്ട കാര്യമില്ല. അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ. നല്ല തണുപ്പും നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏകദേശം എന്താ പറയുക, നല്ലൊരു കോട മഞ്ഞും വൈബും തണുത്തൊരു കാറ്റൊക്കെ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസിൽ. ഇതാണ് റൂം വരുന്നത്. ഇങ്ങനത്തെ 3 കോട്ടേജ് റൂമാണ് നമ്മൾ എടുത്തത്, ഫാമിലി ഹെഡ്. അപ്പം ഇങ്ങനത്തെ 3 റൂംസാണ്. ഒന്ന് ബാബക്കും പിന്നെ ഒന്ന് ഞങ്ങൾ 2 ഫാമിലിക്കും. അപ്പം ഇവിടെ ആയിട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. എല്ലാ 3 റൂംസിനും വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്.
പിന്നെ ഇതാ ഒരു 4-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് എല്ലാവർക്കും അറിയാമല്ലോ, കുരിശുമല വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ ജീപ്പ് ഉണ്ട് പുറത്തുനിന്ന്, അപ്പോൾ ജീപ്പൊക്കെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. കുട്ടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ഓഫ് റോഡ് പറഞ്ഞാൽ ഓഫ് റോഡ് പക്കായിരുന്നു. അങ്ങോട്ടുള്ള റോഡ് നല്ല മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു ടാസ്ക് ഭയങ്കരമായിരുന്നു. ജീപ്പൊക്കെ ചരിഞ്ഞ് മറിഞ്ഞൊക്കെ ആയിരുന്നു, പോയിൻ്റെ ടെൻഷനായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും കയറുകയാണ്. ബാബക്ക് നല്ല ടാസ്ക് ആയിരുന്നു ഈ മല കയറുന്നത്. നല്ല കുത്തനുള്ളൊരു കയറ്റമായിരുന്നു. ഓൾറെഡി ആൾ നല്ല മുട്ടുവേദന പെയിനായിട്ടുള്ള ഒരാളാണ്. അപ്പം നടന്ന് കയറുക പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ മുകളിലെത്തി. അതായിരുന്നു റിസോർട്ട്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആ റിസോർട്ടിൻ്റെ. അങ്ങനെ ഒരു വിധത്തിൽ ബാബനെയും കയറ്റി ഒപ്പിച്ച് പിന്നെ അതാ മുകളിലെത്തിയപ്പോൾ ഒന്നും പറയേണ്ട, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. ആ പുല്ലുകളുടെ ഒരു ഇതന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ. ഇതാണ് മുകളിൽ നിന്ന് ഉള്ള വ്യൂ. റിസോർട്ടിന് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പിന്നെ ഒരു വിധത്തിലൊക്കെ ഇറങ്ങി പോന്നു. അങ്ങനെ വൈകിട്ട് ചായയൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേന് ചായ കൂടി കഴിയലും ഞങ്ങൾ നേരെ പൂളിലേക്ക് വിട്ടു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഇരുട്ടിയാൽ തണുപ്പ് നല്ല ഹെവി ആയിട്ട് വരും. അതുകൊണ്ട് വേഗം പൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ. കിഡ്സിനായിട്ട് സെപ്പറേറ്റ് ചെറിയൊരു ഏരിയ തന്നെ ഉണ്ട്. അങ്ങനെ ഇതാ മുത്ത് ചാടിയിട്ടുണ്ട്. ചാടലും ഇറങ്ങലും പെട്ടെന്നായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിൽ. ഓൾറെഡി പനിയൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ മുങ്ങിയെ കൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഷിവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ പെട്ടെന്ന് കയറി. പിന്നെ ഞങ്ങൾ തന്നെ ആയിരുന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വിട്ട് തണുത്ത് വിറച്ച് ഒരു രക്ഷയില്ല പറയണ്ട. പോയി നല്ല അടിപൊളിയായിട്ട് ചൂട് കട്ടൻ കാപ്പി കടിച്ച് ആ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് വേഗം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, കോട കിട്ട് മൂടിയിട്ട് എന്താ പറയുക, ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോടയായിരുന്നു. ലൈറ്റ് മാത്രമേ മങ്ങിയ പോലെ കാണുന്നുണ്ടായിരുന്നു. പുക ഇങ്ങനെ എന്താ പറയുക, നമ്മളെന്തോ തീയിട്ട് പുകച്ച പോലെ കോട അങ്ങനെ പോകുന്നുണ്ട്, ഒന്നും കാണില്ല. റൂമിൻ്റെ ആ ബാൽക്കണീൻ്റെ ഡോറൊക്കെ അടിച്ചിട്ട് ഫുൾ ബ്ലറായിരുന്നു. അപ്പം തന്നെ നല്ല നേരിയ മഴയും. പൊള്ളി തണുപ്പ്, എന്താ പറയുക, നല്ല തണുപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട് പറഞ്ഞ് കോൾ വന്നു. പിന്നെ ഞങ്ങൾ ഫുഡിന് പോയി. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അവരുടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നത്.
ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ എഴുന്നേറ്റു. ചെറിയ ആൾ നല്ല ഉറക്കമാണ്. നല്ല മഞ്ഞും തണുപ്പൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് സെറ്റായി അങ്ങോട്ട് വന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്ന് നടക്കാൻ ഇറങ്ങി. രാത്രി നല്ല മഴയായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നല്ല അടിപൊളിയായിട്ട് കാറ്റും കൊണ്ട് കുറേ നടന്നു. പിന്നെ അതാ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മല ഇറങ്ങിയിട്ട് വേണം പള്ളിയിലെത്താൻ. അങ്ങനെ പിന്നെ തിരക്ക് കൂട്ടി പാക്ക് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിടാനുള്ള പരിപാടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവിടെ തീരാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചാളാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.